എല്ലാവരും നല്ല നിയത്തോടുകൂടെ മുത്തുനബിയെക്കുറിച്ച് എനിക്ക് പഠിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ കാണുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പഠിക്കാൻ പോവുകയാണ്. മുത്തുനബിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഏതൊരു മുഅ്മിനിൻ്റെയും ബാധ്യതയാണ്. മുത്തുനബിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുക എന്ന് ചിന്തിക്കുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഏത് രീതിയിലാണ് തുടങ്ങേണ്ടത്, അതൊന്നും സാധിക്കാത്ത വലിയൊരു അത്ഭുതമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം ഇഷ്ക് വെക്കുകയും ധാരാളം ഹുബ്ബ് വെക്കുകയും മുത്തുനബിയെക്കുറിച്ച് നല്ല നിലക്ക് മദ്ഹ് പാടിയ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ലോക പ്രസിദ്ധമായ ആ ഖസീദയെ ഒരു ചെറിയ നിലക്ക് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ധാരാളം ലക്ഷക്കണക്കിന് കിതാബുകൾ, അവിടുത്തെ മദ്ഹ് പാടിയിട്ടുള്ള മദ്ഹുകൾ മുത്തുനബിയെക്കുറിച്ച് ഇമാമിങ്ങൾ പാടിയിട്ടുണ്ട്. എല്ലാ മദ്ഹുകളും ഒന്നിനേക്കാൾ മെച്ചമാണ്. പക്ഷേ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഖസീദത്തുൻ നുഅ്മാനിയ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. 4 മദ്ഹബുകളിലെ വളരെ പ്രധാനമേറിയ ഇമാമാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളുടെ കാലഘട്ടത്ത് ജീവിക്കുകയും സ്വഹാബാക്കൾ നിന്ന് ദീന് പഠിച്ച താബീങ്ങളിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന മുത്തുനബിയുടെ മദ്ഹുകൾ, ബഹുമാനപ്പെട്ടവർ മുത്തുനബിയെ ഏത് രീതിയിൽ കാണുന്നുണ്ട്, ഏത് രീതിയിൽ ബഹുമാനപ്പെട്ടവർ മുത്തുനബിയെ ഗൗരവത്തോടുകൂടെ മുത്തുനബിയെ ബഹുമാനിക്കുന്നുണ്ട്, അതൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ. നാം പറയുന്ന മദ്ഹുകൾ, നാം പാടുന്ന മദ്ഹുകൾ, മുത്തുനബിയെക്കുറിച്ച് നാം പറയുന്ന ബഹുമാനങ്ങളൊക്കെ അധികമായി പോകുമോ എന്ന് ചിന്തിക്കുമ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞതൊന്നുമല്ല, നമ്മൾ പറഞ്ഞത് അവർ പറഞ്ഞ ആ സ്ഥാനത്തേക്കൊന്നും എത്തുകയില്ല. അപ്പം ഇത്ര വലിയ ദീനൊക്കെ പഠിച്ച മഹാനവറുകൾ ഇത്രമാത്രം മുത്തുനബിയെ മദ്ഹ് പാടിയിട്ടുണ്ടെങ്കിൽ, ഇത്രമാത്രം ബഹുമാനത്തോടു കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം നാം മുത്തുനബിയെ ഇഷ്ക് വെക്കേണ്ടതുണ്ട്, ഹുബ്ബ് വെക്കേണ്ടതുണ്ട്, മദ്ഹുകൾ പാടേണ്ടതുണ്ട് എന്നുള്ള വലിയൊരു ബോധം വരും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ലോകപ്രസിദ്ധമായ ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ഈ ബൈത്ത്, ഈ ഖസീദ നമ്മൾ ചെറിയ നിലക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. എല്ലാവരും നല്ല നിയത്തോടുകൂടെ മുത്തുനബിയെക്കുറിച്ച് എനിക്ക് പഠിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ കാണുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പഠിക്കുന്ന മുത്തുനബിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഈ വലിയ അമല് സ്വീകരിക്കുകയും മുത്തുനബിയിലേക്ക് എത്തിപ്പെടാൻ അത് കാരണമാവുകയും അങ്ങനെയുള്ള വലിയൊരു ഹുബ്ബ് കിട്ടാൻ കാരണമാകുന്ന അമാലുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ഈ പറഞ്ഞതെല്ലാം
മുത്തുനബി കേൾക്കുകയും മുത്തുനബിയുടെ ഹറത്തിലേക്ക് എത്തിക്കുകയും അതേപോലെ തന്നെ ഈ ഖസീദയുടെ മുസന്നിഫായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം കൂടി കിട്ടാൻ കാരണമാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കൂടുതലൊന്നും ആമുഖം പറയുകയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുത്തുനബിയെക്കുറിച്ച് പാടാൻ തുടങ്ങുകയാണ്. ആദ്യമേ ബഹുമാനപ്പെട്ടവർ പറയുന്നു, യാ സയ്യിദ സാദാത്തി ജഅതുക ഖാസിദ അർജു റിളാക വ അഹ്തമി ബിഹിമാക. ആദ്യമായി ആ ബൈത്തിന്റെ അർത്ഥമൊന്ന് പറയുകയാണ്. യാ സയ്യിദ സാദാത്തി, ഓ നേതാക്കളുടെ നേതാവേ. മുത്തുനബിയെ വിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നേതാക്കളുടെ നേതാവേ, ജിഅ്തുക, ഞാൻ അങ്ങേ അടുക്കൽ വന്നിരിക്കുന്നു. എന്തിനാണ് വന്നത്? ഖാസിദ, തങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. എൻ്റെ ഉദ്ദേശം, എൻ്റെ ആഗ്രഹം മുത്തുനബി കിട്ടണം, മുത്തുനബിയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ആ ആഗ്രഹിച്ചിട്ടാണ് അങ്ങേ അടുക്കൽ ഞാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, അർജു റിളാക വ അഹ്തമി ബിഹിമാക. ഓ നബി, അർജു, ഞാൻ ആഗ്രഹിക്കുന്നു, റിളാക, അവിടുത്തെ തൃപ്തി, അവിടുത്തെ പൊരുത്തം എനിക്ക് വേണം നബിയെ. അവിടെ നിന്ന് ഈ പാവപ്പെട്ട ഈ അബൂ ഹനീഫയെ പൊരുത്തപ്പെടണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. അവിടെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുമ്പോൾ ഇത് നമ്മൾ പറയുന്നത് പോലെ ഒന്ന് കരുതണം. ഓ നബി, അവിടുത്തെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നു. വ അഹ്തമി ബിഹിമാക, അവിടുത്തെ കാവല് ഞാൻ കാവലിനെ തേടുന്നു നബിയെ എന്നാണ് ഒന്നാമത്തെ ബൈത്തിന്റെ മാന. എന്താണ് ഈ ബൈത്തിൽ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ടവർ ആദ്യമേ വിളിച്ച ആ വിളി തന്നെ വല്ലാത്തൊരു വിളിയാണ്. യാ സയ്യിദ സാദാത്തി, ഓ നേതാക്കളുടെ നേതാവേ എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം ഒരു സൗന്ദര്യ വാക്കല്ല ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഈ ദുനിയാവിൽ ആരെല്ലാം നേതാക്കളുണ്ടോ, ഏതെല്ലാം രീതിയിലുള്ള നേതാക്കളുണ്ടോ, ഏതെല്ലാം ലോകത്തിൻ്റെ നേതാക്കളുണ്ടോ, അത് ദുന്യവിയായ ലോകത്തിൻ്റെ നേതാക്കളാവട്ടെ, ആഖിറമായ ജീവിതത്തിൻ്റെ നേതാക്കളാവട്ടെ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏതൊരു നേതാക്കളും, എത്ര വലിയൊരു ബുദ്ധിജീവി ഇവിടെ നേതാവായിട്ട് വന്നാലും അവർക്കെല്ലാം മുത്തുനബി നേതാവ് തന്നെയാണ്. അതൊരു വാക്കിലൂടെ തന്നെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമുക്ക് വലിയൊരു മുത്തുനബിയുടെ മദ്ഹ് നമ്മെ പഠിപ്പിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട് 1500 കൊല്ലങ്ങളായി. ഈ 1500 കൊല്ലങ്ങൾക്ക് ശേഷവും മുത്തുനബി ഇന്ന് നേതാവ് നമ്മൾക്ക് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ എക്കാലത്തും മുത്തുനബിയുടെ ആ സാന്നിധ്യം ആവശ്യമാണ്. മുത്തുനബിയുടെ മുമ്പിൽ ഏതൊരു നേതാവും തോറ്റുപോകും എന്നല്ലേ അത് നമ്മെ പഠിപ്പിക്കുന്നത്. കേവലം പറച്ചിലുള്ള നേതാവൊന്നുമല്ല. എത്രയോ വിഷയങ്ങൾ, എത്രയോ ആശയങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അത് നമുക്കൊക്കെയും വ്യക്തമാണ്. ഖിയാമത്ത് നാൾ വരെ എവിടെ എത്ര വലിയൊരു ബുദ്ധിജീവി വന്നാലും മുത്തുനബിയുടെ മുമ്പിൽ അവൻ ചെറുതു തന്നെയാണ്. മുത്തുനബിയുടെ ആശയങ്ങൾ, മുത്തുനബി പറഞ്ഞ ഇൽമുകൾ, മുത്തുനബി പറഞ്ഞ് ഇവിടെ കാണിച്ചു തന്ന എത്രയോ അത്ഭുതങ്ങൾ, അതിനു മുമ്പിൽ മറികടക്കാൻ ഇവിടെ ഏതൊരു ലോകത്തും ആർക്കും സാധിക്കുകയില്ല. അതാണ് യാ സയ്യിദ സാദാത്തി, ഓ നേതാക്കളുടെ നേതാവേ എന്ന് ബഹുമാനപ്പെട്ടവർ വിളിക്കാനുള്ള കാരണമെന്ന് ഗൗരവത്തോടു കൂടെ കാണണം. അങ്ങനെ കേവലം യാ സയ്യിദ സാദാത്തി മാത്രം നമ്മളൊന്ന് വിശദീകരിച്ചാൽ, അതുമാത്രമൊന്ന് അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ പോയാൽ എത്രയോ ദിവസങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഇതെല്ലാം ഈ ക്ലാസ് മുഖേന മുത്തുനബിയുടെ മദ്ഹ് പൂർണ്ണമായി പറയുക എന്നല്ല, ഒന്ന് തൊട്ടുപോവുക.
ഇങ്ങനെയെല്ലാം ഒന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഈ പറഞ്ഞതിൻ്റെ പിന്നാലെ നാം എല്ലാവരും പോകണമെന്ന് എന്ന വസിയത്തും കൂടി ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ജഅ്തുക ഖാസിദ, ഓ നബിയെ അങ്ങേയടുക്കൽ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെയാണ് അങ്ങേയടുക്കൽ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. മുത്തുനബിയുടെ അടുക്കൽ പോവുക, അങ്ങനെ ഒരു ആശയം കൂടിയുണ്ട്. അല്ലാതെ ഏത് ലോകത്താണെങ്കിലും അവനിക്ക് അവന്റെ കൽബുമായി മുത്തുനബിന്റെ അടുക്കലേക്ക് പോകാൻ സാധിക്കണം. ഖാസിദൻ, മുത്തുനബിയെ മാത്രം കരുതിയിട്ട്, എന്നും മനസ്സിൽ മുത്തുനബിയെ മാത്രം കരുതിയിട്ട് മുത്തുനബിയുടെ ഹളറത്തിലേക്ക് പോകാൻ സാധിക്കണം. അതും കൂടിയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ ബൈത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ആ സയ്യിദ് സാദാത്തി, ഓ നേതാക്കളുടെ നേതാവേ, അങ്ങേയടുക്കൽ ഞാൻ വന്നിരിക്കുന്നു. എന്തിനാണ് വന്നത്? അർജൂറില്ലാക, അവിടുത്തെ പൊരുത്തം വേണം നബിയെ. എന്തിനാണ്? ഇവിടെ ചോദിച്ചു പോകും, അല്ലാഹുവിന്റെ പൊരുത്തമല്ലേ ഒരു മുഅ്മിനിന് ആവശ്യം? മുത്തുനബിയുടെ പൊരുത്തമാണോ വേണ്ടത്? അതാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അതേ മുത്തുനബിയുടെ പൊരുത്തം കിട്ടിയാൽ മാത്രമേ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുകയുള്ളൂ എന്നുള്ള വലിയൊരു ആശയമാണ് ബഹുമാനപ്പെട്ടവർ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മുത്തുനബി ഒന്ന് നമ്മെ പൊരുത്തപ്പെടണം, മുത്തുനബി ഒന്ന് നമ്മെ ഇഷ്ടപ്പെടണം. അപ്പൊ മുത്തുനബി നമ്മെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. മുത്തുനബി ഇഷ്ടപ്പെടാത്ത കാലത്തോളം ഒരിക്കലും അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ ലോകത്തുള്ള വിജയിച്ചവരുടെ എല്ലാ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ വിജയിച്ചവരെല്ലാം വിജയിച്ചിട്ടുള്ളത്, ഏതൊരു മഹാന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരെല്ലാവരും മുത്തുനബിയിലൂടെയാണ് അല്ലാഹുവിലേക്ക് എത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. മുത്തുനബിയുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുകയുള്ളൂ. എന്ന് മാത്രമല്ല, വഅഹ്തമി ബിഹിമാക, അവിടുത്തെ കാവലും കൂടി എനിക്ക് വേണം നബിയെ. അവിടുത്തെ കാവലില്ലാതെ എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല നബിയെ. ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ, അവിടുത്തെ പൊരുത്തമില്ലാതെ, അവിടുത്തെ കാവലില്ലാതെ എനിക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയൊരു ആശയം ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് വലിയൊരു കാര്യമാണ്. ഏതു സമയത്തും മുത്തുനബിയെ നാം കരുതണം. മുത്തുനബിയെ കരുതിയിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ജഅ്തുക, ഞാൻ അങ്ങേ അടുക്കൽ വന്നിട്ടുണ്ട് എന്നുള്ള ആ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടെ മുത്തുനബി നാം എന്നും വിളിക്കുന്നവരാകണം. എന്നിട്ട് മുത്തുനബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നവരാകണം, മുത്തുനബിയുടെ കാവൽ ചോദിക്കുന്നവരാകണം. അതുണ്ടെങ്കിൽ തീർച്ചയായും ഒരാൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ ഈ ബൈത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. മുത്തുനബിയുടെ പൊരുത്തത്തിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തമാണ് നാം ആഗ്രഹിക്കേണ്ടത്. മുത്തുനബിയുടെ പൊരുത്തമുണ്ടെങ്കിലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എത്രത്തോളെന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ആഗ്രഹിക്കുന്നത് മുത്തുനബിയുടെ പൊരുത്തമാണ്. അതിന് വലിയൊരു തെളിവ് ഖുർആൻ അത്ഭുതത്തോടു കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബഖറ സൂറത്തിലെ 144 ആയത്ത് കാണാം. വളരെ അത്ഭുതകരമായ ഒരു ആയത്താണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ എന്നാണ് സംഭവം. അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് അല്ലാഹു ഖിബലയായിട്ട് നൽകിയിട്ടുള്ളത് കഅബ ഷരീഫാണ്. കഅബ ഷരീഫിനോട് മുത്തുനബി വല്ലാത്ത ബന്ധമാണ്. കാരണം മുത്തുനബിയുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിതുണ്ടാക്കിയ കഅബയാണല്ലോ. മക്ക എന്ന് പറയുന്നത് മുത്തുനബിയുടെ വലിയ സന്തോഷമുള്ള നാടാണല്ലോ. കഅബയും മക്കയുമായിട്ടുള്ള വലിയ ബന്ധമുള്ള മുത്തുനബിക്ക് ആ കഅബയോട് വല്ലാത്ത താല്പര്യമാണ്. അപ്പോൾ കഅബയിലേക്ക് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾക്ക് ഖിബലയായിട്ട് അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില സന്ദർഭങ്ങൾ കുറച്ചു കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിങ്ങൾ തിരിയണം, അവിടേക്ക് തിരിഞ്ഞ് നിങ്ങൾ നിസ്കരിക്കണമെന്ന് അല്ലാഹു മുത്തുനബിയോട് കൽപ്പിക്കുന്നു.
അങ്ങനെ കുറച്ചു കാലം മുത്തുനബിയും സ്വഹാബാക്കളും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് അവർ നിസ്കരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, മുത്തുനബി അങ്ങനെ ചെയ്യുന്നു, സ്വഹാബാക്കൾ ചെയ്യുന്നു. പക്ഷേ മുത്തുനബിക്ക് വല്ലാത്ത ആഗ്രഹമാണ്, ഒന്നും അള്ളാഹു തിരിച്ച് കഅബയിലേക്ക് തന്നെ ഒന്ന് മടങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു. അപ്പോൾ എല്ലാ സമയത്തും അതിന്റെ ശേഷം ജിബ്രീൽ വരുമ്പോൾ മുത്തുനബി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഒന്ന് അള്ളാഹു അത് മാറ്റിപ്പരാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആഗ്രഹമായിരുന്നു. എന്നും ആകാശത്തിലേക്ക് നോക്കുകയാണ്, ജിബ്രീൽ വരുമോ എന്ന്. ഇതിനെ സംബന്ധിച്ച് അള്ളാഹു എത്ര ഭംഗിയായിട്ട് അള്ളാഹു പറയാണ്, ഖദ്നറ, ഓ നബിയെ ഞങ്ങൾ അറിയുന്നുണ്ട്, തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ, അങ്ങ് ആകാശത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന കാര്യം നമുക്കറിയാം. എന്തിനു വേണ്ടി? കിബില തിരിക്കാമെന്നല്ലേ അവിടുന്ന് അള്ളാഹു പറയുന്നു. അത്ര പറഞ്ഞു നിർത്തിയില്ല, അള്ളാഹു പറയുന്നൊരു വാക്ക് നോക്ക്, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർല്ലാഹ, ഓ നബിയെ അങ്ങേക്ക് വേണ്ടി അങ്ങ് തൃപ്തിപ്പെടുന്ന കഅബയിലേക്ക് തന്നെ തിരിയാൻ നമ്മൾ സമ്മതം നൽകിയിട്ടുണ്ട് നബിയെ. ഇനി മുതൽ നിങ്ങൾ കഅബയിലേക്ക് തന്നെ തിരിയുക, അതിലേക്ക് തിരിഞ്ഞ് ഇനി നിസ്കരിക്കുക എന്ന് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, വലം യഖുൽ, ഇവിടെ അല്ലാഹു പറഞ്ഞില്ല ഖിബ്ലതൻ അർളാഹ, ഞാൻ തൃപ്തിപ്പെടുന്ന കഅബ എന്നല്ല പറഞ്ഞല്ല, ഖിബ്ലതൻ തർളാഹ, തങ്ങൾ ഇഷ്ടപ്പെടുന്ന, തങ്ങൾക്ക് പൊരുത്തമുള്ള, തങ്ങൾക്ക് സന്തോഷമുള്ള ആ ഖിബ്ല എന്നല്ല പറഞ്ഞു. എന്ത്? ഇതുകൊണ്ട് വലിയ ഇശാരത്ത് എന്താണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അവരൊക്കെ എത്രമാത്രം, അവരല്ലേ ഇൽമു തിരിഞ്ഞവർ, അവരല്ലേ മുത്തുനബിയെ കുറിച്ച് പറയേണ്ടവര്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ച് പറയാണ്, വൽ ഇശാറത്തു ഫീഹി, ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം കഅന്നഹു തആല ഖാല, അല്ലാഹു തആല പറഞ്ഞതുപോലെയായി, യാ മുഹമ്മദ് കുല്ലു അഹദിൻ യത്ലുബു റിളായ വ അന അത്ലുബു റിളാക യാ മുഹമ്മദ്, ഓ നബിയെ എല്ലാവരും എന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത് എന്ന്. അതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലാഹു എത്രമാത്രം മുത്തുനബിയെ ബഹുമാനിച്ചിട്ടുണ്ട്, എത്രമാത്രം അവിടുന്ന് ബഹുമാനം നൽകിയിട്ടുണ്ട്. അല്ലാഹു തന്നെ മുത്തുനബിയുടെ തൃപ്തിയാണ്, അവിടുത്തെ പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത്. അത്രമാത്രം ഇഷ്ടമാണ് മുത്തുനബിയോട് കൂടെ. അതാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്, അർജൂ റിളാക വ അഹ്തമി ബിഹിമാക, മുത്തുനബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്നു, മുത്തുനബിയുടെ കാവൽ ഞാൻ തേടുന്നു എന്ന്. നമ്മളും മുത്തുനബിയെ ആഗ്രഹിക്കുക, മുത്തുനബിയുടെ കാവൽ തേടുക. ഇത്തരത്തിലുള്ള മുത്തുനബിയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെട്ടതിൻ്റെ പേരിൽ മുത്തുനബി നമ്മെ പൊരുത്തപ്പെടട്ടെ. മുത്തുനബിയുടെ കാവലുള്ളവരിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ആഖിറത്തിൽ ഉപകരിക്കാൻ വലിയ കാരണമാവട്ടെ. ഈ പറഞ്ഞതിൻ്റെ എല്ലാ മിസ്ലു സവാബ് നാമുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ, വിശിഷ്ട പ്രിയപ്പെട്ട എൻ്റെ വാപ്പടക്കം അവരുടെ എല്ലാ ഖബറിലേക്ക് ഇതിൻ്റെ മിസ്ലു സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.